സ്പോട്ട് കമ്മ്യൂണിക്കേഷൻ എത്തുന്ന കണ്ടസ്റ്റന്റ് കൃഷ്ണാഞ്ജലി. വെൽക്കം ബാക്ക്. ഇത്തവണ അധികം ടെൻഷനൊന്നും ഇല്ല, ബിക്കോസ് എന്താണെന്ന് അത്ര പ്രിപ്പയർ ഒന്നും ചെയ്ത് വരേണ്ട ആവശ്യമില്ല. അല്ല, ഞങ്ങളൊരു സാധനം തരും, അതിനെ കുറിച്ച് കുറെ സംസാരിക്കുക. സംസാരം കുഴപ്പമൊന്നുമില്ലല്ലോ കൃഷ്ണയ്ക്ക്? കുഴപ്പമൊന്നുമില്ല. വെരി സിമ്പിൾ. 8 പിക്ചേഴ്സ്, അതിനെക്കുറിച്ച് കാണുന്നത് പറയുക, ആ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. പിന്നെ ആ ഒരു ഫസ്റ്റ് പിക്ചറിൽ നിന്നും സെക്കൻഡ് പിക്ചറിലേക്ക് വല്ല ലിങ്ക് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് അടുത്തയിലേക്ക് പോവാം. അങ്ങനെ തന്നെ. അതിപ്പോൾ എല്ലായിടത്തും ലിങ്ക് വേണമെന്നൊന്നുമില്ല. എത്ര പെട്ടെന്ന് അധികം ലാഗ് ഒന്നും ഇല്ലാതെ ഗ്യാപ്സ് ഒന്നും ഇടാതെ സംസാരിക്കാൻ പറ്റും എന്ന് നോക്കാനാണ്. ഒരു ഓൺ ദ സ്പോട്ട് ഇട്ടിട്ട് നിങ്ങളെ ഒന്ന് യുനോ അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. ഓക്കെ, റെഡിയാണോ? അപ്പം പ്ലീസ് ടേക്ക് യുവർ പൊസിഷൻ. ബോൾസ്. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ, അതായത് ഇപ്പോൾ നമ്മളെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഗെയിമായിട്ട് മാറിയിരിക്കുന്ന ഫുട്ബോൾ. എത്രയോ ആരാധകരുണ്ട് ഫുട്ബോളിൽ. അപ്പോൾ ആദ്യം നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവുക കളിക്കാനായിട്ട് കയ്യിൽ തരുന്ന സാധനം ബോളാണ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാന്മാരായ ഫുട്ബോൾ താരങ്ങൾ തട്ടിക്കൊണ്ട് നടക്കുന്നത് ഈ ബോൾ തന്നെയാണ്. പിന്നെ എന്താ പറയുക, ബോൾ പ്ലാസ്റ്റിക്കിലുണ്ട്, ബിസ്ക്കറ്റ്സ്. ഈ പിള്ളേർക്ക് ഇഷ്ടമുള്ളതും ബിസ്ക്കറ്റാണ്, പിള്ളേർക്ക് ഇഷ്ടമുള്ള വേറൊരു സാധനമാണ് ബോൾ. അപ്പോൾ ഇത് രണ്ടും പിള്ളേരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ബിസ്ക്കറ്റ് തന്നെ പല തരത്തിലുണ്ട്. ഒരു 2 രൂപയ്ക്കൊക്കെ പണ്ട് ബിസ്ക്കറ്റ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ 100 രൂപയുടെ ബിസ്ക്കറ്റ് വരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിൻ്റെ ഉള്ളിൽ ചെറി, പഞ്ചസാര, അത് ഇത്. അടുത്തതും കുട്ടിയൊക്കെ ഇഷ്ടമുള്ള സാധനം തന്നെയാണ് നായ്ക്കുട്ടി. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ അതിന് ഭയങ്കര പേടിയാണ്. എപ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറി തിരിച്ചടിക്കാമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ ക്യൂട്ടാണ്, വീട്ടിൽ വളർത്തിക്കൊണ്ട് നടക്കാൻ കൊള്ളാം. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പട്ടിക്കുട്ടി വീട്ടിൽ നിന്ന് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുമായിരുന്നു. കമ്മൽ വീണ്ടും എനിക്കിഷ്ടമുള്ള സാധനം തന്നെ, കുഴപ്പമില്ല. കമ്മൽ ഈ പറഞ്ഞ പോലെ തന്നെ പല തരത്തിലുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വെറുതെ കാതിലിട്ട് നടക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ കമ്മലുകൾ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത്. ഇപ്പോൾ കുറച്ച് ജാട കാണിക്കാൻ വേണ്ടി തൂക്കിക്കൊണ്ട് നടക്കണല്ലേ സംശയമുണ്ട്. കഴുത്ത ഞാനുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ല. എന്നാലും ഒരു പാവം മൃഗമാണ്. എന്നെപ്പോലെ തന്നെ ചില സമയങ്ങളിൽ മടി പിടിച്ചിരിക്കുന്ന ഒരു മൃഗമാണിത്. എല്ലാ മടിയന്മാരെയും നമ്മൾ കഴുതിയായിട്ട് കമ്പയർ ചെയ്ത് സംസാരിക്കാറുണ്ട്. എങ്കിൽ കൂടി എന്താ പറയുക, ഒരു പാവം മൃഗമാണ്. മറ്റുള്ള മൃഗങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മനുഷ്യന് ഒരു ദോഷമില്ല എന്നുള്ളത്. കമ്പ്യൂട്ടർ ഞാനുമായിട്ട് അത്രയ്ക്ക് വലിയ ബന്ധമില്ല. എങ്കിൽ കൂടി ബുദ്ധിയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണിത്. നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള സാധനമാണ് ഈ കമ്പ്യൂട്ടർ. ഈ കഴുതയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യന്മാരെ കഴുതയുടെ തുല്യമായി കമ്പ്യൂട്ടർ മാറ്റുന്നുണ്ട്, മടിയന്മാരാക്കി മാറ്റുന്നുണ്ട്. എല്ലാവരും ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുമ്പിലാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കമ്പ്യൂട്ടറിലിട്ട് ടക്കേന്നാക്കുമ്പോഴേക്കും കമ്പ്യൂട്ടർ നമ്മുടെ ബുദ്ധിയും കൂടി കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. അടുത്തത് തവള. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാ. ചില ആളുകൾ നമ്മൾ പറയും 2 തോണിയിലും കാലിട്ട് നിൽക്കാന്നൊക്കെ പറയും. അതുപോലെ വെള്ളത്തിലെത്തിയാൽ വെള്ളത്തിലാണ് പുള്ളിയുടെ ലോകം, കരയിലെത്തിയാൽ കരയിലാണ് പുള്ളിയുടെ ലോകം. പിന്നെ ഈ തവള ഇറച്ചി തിന്ന മനുഷ്യന്മാർ എനിക്കിഷ്ടമല്ല. എൻ്റെ കെട്ടിയും തവള ഇറച്ചി തിന്നും, അതെനിക്ക് ഭയങ്കര അറപ്പുള്ള കാര്യമാണ്. ഈ കള്ളുടിയന്മാർ തവള ഇറച്ചി തിന്നുന്നത് ഞാൻ കണ്ടിട്ട്. ക്ലോക്ക് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷേ എനിക്ക് ഒട്ടും പഞ്ച്വാലിറ്റി ഇല്ലാത്തൊരു ആളാണ് ഞാൻ. ഇവിടുത്തെ പ്രൊഡ്യൂസർമാരുടെ ചീത്ത ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് ഇവിടെ വൈകി വരുന്നതിൻ്റെ പേരിൽ. എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ വീട്ടിലെ ക്ലോക്ക് ഒരു 15 മിനിറ്റ് കയറ്റി നിർത്തിയിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എനിക്ക് 15 മിനിറ്റ് ആ കറക്റ്റ് ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്നാലും ഞാൻ ആ 15 മിനിറ്റ് കണക്കിലെടുത്ത് അത്രയും വൈകിയേ വീട്ടിലിറങ്ങുള്ളൂ. അത്രയും മടിച്ചാണ് ഞാൻ. പിന്നെ സീരിയലിൻ്റെ സമയം നോക്കാനും ഉറങ്ങാനുള്ള സമയം നോക്കാനാണ് കൂടുതലായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നത്. താങ്ക് യു വെരി മച്ച് കൃഷ്ണാഞ്ജലി. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, സോ നമുക്ക് നേരെ ജഡ്ജസിന്റെ കോമന്റ്സിലേക്ക് അടുക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. മുരളി ചേട്ടാ. കൃഷ്ണാഞ്ജലി വലിയ കുഴപ്പമില്ലാതെ ഒപ്പിച്ചു. അത് ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആക്ച്വലി ഇവിടെ ഇപ്പോൾ വന്നതിൽ തുടക്കത്തിലെങ്കിലും തഞ്ചമായിട്ട് വലിയ തിരക്കൊന്നും കൂട്ടാതെ അത് പറഞ്ഞു തുടങ്ങിയത് കൃഷ്ണാഞ്ജലിയാണ്. ഇതുവരെ നമ്മളിവിടെ കണ്ടതിൽ നല്ല തഞ്ചം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഫുട്ബോളിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞു. കുട്ടികളും ഫുട്ബോളും ബിസ്ക്കറ്റും കുട്ടികളുമായിട്ടുള്ള കണക്ഷൻ കണ്ടെത്തിയത് നന്നായി. ബിസ്ക്കറ്റിനെ കുറിച്ചും നന്നായിട്ട് പറഞ്ഞു. പിന്നെ പട്ടിക്കുട്ടി അല്ലേ, അതും കുട്ടികളുമായിട്ടുള്ള കണക്ഷനും നന്നായിരുന്നു. കമ്മൽ വാസ് ജസ്റ്റ് ഓക്കെ. കുറച്ചുകൂടി ആവാമായിരുന്നു കമ്മലിൻ്റെ. അത് അവിടെ ഒന്നും കിട്ടാതെ പോയി എന്ന് എനിക്ക് തോന്നി അല്ലേ? ഓക്കെ. കഴുത എന്നെ പോലെ ആണോ? കഴുതുകൾ സപ്പോസ് ബി വെരി ഹാർഡ് വർക്കിംഗ്. ഏറ്റവും പക്ഷെ അതെന്താണ് അവരങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല. അല്ല, ചീത്തപ്പേരാണ് കഴുതുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെ അതെ അതെ.
എനിവേ കഴുത വാസ് ഗുഡ്. കമ്പ്യൂട്ടർ കഴുതിയിട്ട് എന്തിനാണ് കണക്ട് ചെയ്യാൻ നോക്കിയത്? അല്ല സർ, എന്താണ്? നമ്മള് മടിയന്മാരാക്കുന്നതിൽ കമ്പ്യൂട്ടറിന് ഒരു ചെറിയ പങ്കുണ്ടല്ലോ സർ. നമ്മള് അത് ചിലരെ മാത്രം. അതിപ്പോ ഈ ഫേസ്ബുക്കും മറ്റേത് ചാറ്റിങ്ങിനൊക്കെ ഇരിക്കുന്നവര്, ആ. അതല്ലാതെ ഉണ്ട് കമ്പ്യൂട്ടറിന്റെ. അതെ അതെ. ഓക്കെ, അതെ അത് ആ കണക്ഷൻ വേണ്ടിയിരുന്നില്ല. തവള തവളയുടെ നന്നായിരുന്നു. ക്ലോക്ക് വാസ് നോട്ട് ബാഡ്. ഓക്കെ, ഓവറോൾ വാസ് ഗുഡ്. കൃഷ്ണ Yes, ma'am. കൃഷ്ണയ്ക്ക് ആദ്യം ഇങ്ങോട്ട് കയറിയപ്പോഴേ രഞ്ജിനി അടുത്ത് ഉള്ള ഇൻട്രാക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു ടെൻഷനൊന്നുമില്ല, കാരണം ഹെവി ടോപ്പിക് ഒന്നുമല്ല അല്ലേ. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് സ്റ്റാർട്ടിങ് മുരളിച്ചേട്ടൻ പറഞ്ഞ പോലെ നന്നായിട്ട് തന്നെ റിലാക്സ്ഡ് ആയിട്ട് തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുട്ബോൾ, ബിസ്ക്കറ്റ്സ് ആൻഡ് നായ്ക്കുട്ടി, ഇതിനെ മൂന്നിനെയും കൂടെ കറക്റ്റായിട്ട് ഇത് ചെയ്ത് പറഞ്ഞാണ്. സ്റ്റഡ്സിൻ്റെ കമ്മലിൻ്റെ പറഞ്ഞ വാസ് ഓക്കെ, കൂടുതലൊന്നും പറയാൻ കിട്ടിയില്ല. കഴുതയും കമ്പ്യൂട്ടറും എനിക്കും തോന്നി ഇതെങ്ങനെ ആർട്ടിക് അന്റാർട്ടിക് ആണ് രണ്ടും, എന്നിട്ടും അതിനെ ഒരു കമ്പാരിസൺ ശ്രമം നടത്തി. തവളയാണ് നന്നായ, തവള ഇസ് ഗുഡ്. ക്ലോക്കിൻ്റെ നോട്ട് ബാഡ്, കുറച്ച് അധികം പറഞ്ഞു. എന്തായാലും ഒരു വളരെ സിൻസിയറായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. നൈസ്, വെരി നൈസ്. ഗോപിക ചേച്ചി, ഓരോന്ന് കാണുമ്പോഴും സ്വന്തമായിട്ട് തന്നെ കമ്പയർ ചെയ്യണത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സമയം വാങ്ങിക്കാനായിരുന്നോ എന്നറിയില്ല. അല്ല മാം. ഇല്ല, ഫുട്ബോളോട്ട് തുടങ്ങിയിട്ട് അങ്ങനെ ഓരോ ഇറ്റ് വാസ് ഓക്കെ, നൈസ്, നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി എല്ലാത്തിനെ പറ്റിയിട്ടും കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. ഇറ്റ് വാസ് നൈസ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറേയും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്ക് ഒരു അഭിപ്രായം. താങ്ക് യു വെരി മച്ച്.